Hello, welcome to Minnie and Bluey's Rasoi. Today we are going to make some വട്ടയപ്പം അല്ലേ? ഇന്ന് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. ഓക്കെ ബ്ലൂ, വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നത്. ആദ്യം 1 കപ്പ് അരിപ്പൊടി. ഓക്കെ ഓക്കെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് 3/4 കപ്പ് എന്നാണ് പറഞ്ഞത്. ഐ ജസ്റ്റ് പുട്ട് ലൈക്ക് ഫുൾ കപ്പ്. പിന്നെ കുറച്ച് സോക്ക് ചെയ്ത് അവൽ വേണം. സോ അവൽ 1/4 ഇതാ പറയുന്നത്. സോ ഞാൻ ഇച്ചിരി അവലെടുക്കുക. കാൽ കപ്പ്. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഈസ്റ്റിൻ്റെ പൊടി ആഡ് ചെയ്യുവാണ്. ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അത് ആഡ് ചെയ്തു. വട്ടയപ്പം. സോ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇടാൻ പോവാണ്. ആവശ്യം ഞങ്ങൾക്ക് മധുരം നല്ലതായിട്ട് വേണം, അതുകൊണ്ട് മധുരം എക്സ്ട്രാ ഇടുവാണ്. കുറച്ച് ഏലക്കാപ്പൊടി അത് ഇടുക. ഇതുണ്ട് സോക്ക് ചെയ്തത്, ഇച്ചിരി നേരം സോക്ക് ചെയ്തോളൂ. അവൽ നല്ലതായിട്ട് ഇതായി സോഫ്റ്റായി. സോ ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. എല്ലാം മിക്സിയിലോട്ടിട്ട് we are going to now grind, right? Grind and grind, grind and grind. Are you grinding? Yeah. Grind and grind. Yeah. ഇത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടി. Want to taste it? സോ ഇതാണ് ബാറ്റർ ഉണ്ടാക്കിയത്. ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. സോ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇത് കുറച്ച് ഇടാൻ വേണ്ടി കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തെടുക്കുകയാണ്. നെയ്യിലിട്ട് വറുത്തെടുക്കാൻ പോവാം. കാഷ്യൂസ് ആൻഡ് റൈസിൻസ് വറുത്തെടുക്കുക ബട്ടറിൽ. സോ ഞാൻ ഉണ്ടാക്കി പിന്നെ പാലപ്പത്തിന് ഉണ്ടാക്കിയ ഇത് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഇത് പൊങ്ങി. സോ പയ്യെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വിത്തൗട്ട് ടേക്കിംഗ് എയർ ബബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡൂയിങ് ദാറ്റ്. എന്നിട്ട് എനിക്ക് ഇഡ്ഡലി പാത്രം ഇല്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു മേക്ക് പ്ലേറ്റ്സ് ഇല്ല, അതുകൊണ്ട് ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ് ഇൻ ഇഡ്ഡലി പാത്രം. സോ അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് ഞാൻ ഇത് വട്ടയപ്പത്തിൻ്റെ മിക്സ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. സോ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക. എല്ലാം ആറിക്കഴിഞ്ഞപ്പം ഇഡ്ഡലി ഇഡ്ഡലി സ്റ്റൈലിലുള്ള വട്ടയപ്പം റെഡി. സോ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ വട്ടയപ്പ സ്റ്റൈൽ ഇഡ്ഡലി. ബിക്കോസ് എനിക്ക് പാത്രം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇഡ്ഡലി സ്റ്റൈൽ ഉണ്ടാക്കിയത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇറ്റ് ഈസ് സോഫ്റ്റ്, നോട്ട് ഹാർഡ്. പിന്നെ അവർ ഇങ്ങനെ പറയത്തില്ല എന്തോ സ്പഞ്ച് പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് എ സ്പഞ്ചി എഫക്റ്റ്. ഇനി ഇഡ്ഡലി പോലെ ഉണ്ടാക്കിയോണ്ടെന്നാണെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് മധുരം വേണം, ഇച്ചിരൂടെ തേങ്ങ വേണം. അതാണ് മെയിൻലി എനിക്ക് വേണ്ടിയത്. ഇച്ചിരൂടെ മധുരവും തേങ്ങയും ഉണ്ടായിരുന്ന ഇറ്റ് വാസ് നോട്ട് ബാഡ്. ഇറ്റ് ഈസ് നോട്ട് ബാഡ്, പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ. ഫോർ ദ ഫസ്റ്റ് ടൈം ട്രൈ ഇറ്റ് ഈസ് ഓക്കെ. നോട്ട് എക്സലൻറ്റ്. മൈ ഓൺ അഭിപ്രായം.